നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 11, 12 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഏപ്രിൽ 10 സന്ധ്യയ്ക്ക് 7:04 PM മുതൽ ഏപ്രിൽ 13 രാവിലെ 7:39 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഇത് രാശിഫലങ്ങളാണ്. നിങ്ങളുടെ മഹാദശ, അന്തർദശ, ഗ്രഹങ്ങളുടെ സ്ഥിതി, ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി ഇതെല്ലാം അനുകൂലമായാൽ ഈ ഫലങ്ങൾ 100% അനുഭവവേദ്യമാകുന്നതാണ്. അതല്ലെങ്കിലും ഈ രാശിഫലം ഏകദേശം ഒരു 50% വരെ കറക്റ്റ് ആവുകയും ചെയ്യും. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും 1-2% ഫലപ്രാപ്തി കുറയും. അപ്പോൾ പണമായിട്ട് ഞങ്ങൾ ദക്ഷിണ ചോദിക്കുന്നില്ല. പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇവ കൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഈ ദിവസങ്ങളിൽ മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ഇവർക്ക് 12ാം ഭാവത്തിലാണ് ശനി, സൂര്യൻ, സർപ്പം ഇവ നിൽക്കുന്നത്. അപ്പോൾ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് പാപഗ്രഹങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ കഴിവതും ഈ സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, കഴിവതും ഒഴിവാക്കുക. എങ്കിലും ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അതുകൊണ്ട് ഈ നഷ്ടസാധ്യത കുറയും. പ്രത്യേകിച്ച് വ്യാഴം 2ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്, ധനസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഈ നഷ്ടസാധ്യത കുറയും. എങ്കിലും ഒഴിവാക്കാൻ പറ്റുന്ന വലിയ ഇടപാടുകൾ ഒഴിവാക്കുക. എങ്കിലും ഇവർക്ക് ശുക്രൻ അനുകൂലമാണ്, വ്യാഴം അനുകൂലമാണ്, ചന്ദ്രനും അനുകൂലമാണ്. അപ്പോൾ കുറച്ചൊക്കെ ധനപരവും കാര്യങ്ങളുമൊക്കെ കാണും. എങ്കിലും ഗുണദോഷ സമ്മിശ്രമെന്ന് നമുക്ക് പറഞ്ഞു വെക്കാം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. അവർ കഴിവതും വലിയ സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുക. ഇനി ഇടവൻ രാശി. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനം 11ാം ഭാവത്തിലെ ലാഭസ്ഥാനത്ത് സൂര്യൻ, ശനി, സർപ്പം, ബുധൻ, ശുക്രൻ ഇവ നിൽക്കുന്നു 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത്. അപ്പോൾ നിരവധി നേട്ടങ്ങൾ ഇവരെ തേടി വരും. ഏതാണ്ട് എല്ലാ നേട്ടങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കുക. എങ്കിലും ചന്ദ്രൻ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. 5ാം ഭാവത്തിലാണ് ചന്ദ്രൻ. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ചന്ദ്രൻ തരുന്നത്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പാവഗ്രഹങ്ങളെല്ലാം തന്നെ ഇവർക്ക് അനുകൂലമാണ്. ചൊവ്വ അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് നിരവധി നേട്ടങ്ങൾ, പ്രധാനമായിട്ടും തൊഴിൽ ലാഭം ഞങ്ങൾ എടുത്തു പറയുന്നു, പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ പൊതു രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച ഉണ്ടാവും. അതായത് ചൊവ്വ, ശനി, സൂര്യൻ ഇവ അനുകൂലമായതിനാൽ, ഡയറക്റ്റായിട്ട് അനുകൂലമായതിനാൽ ഇവർക്ക് പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും. പിന്നെ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ധനവരവ് കാണുന്നു. നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അവയൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും. ഊഹക്കച്ചവടത്തിൽ നേട്ടമുണ്ടാവാം. ഏർപ്പെടുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ജയസാധ്യത നിലനിൽക്കുകയാണ്. ബുധനും ശുക്രനും ഒരുമിച്ച് അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്
ഇനി മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് വിലയിരുത്താം. കാരണം ഇവർക്ക് വ്യാഴം പ്രതികൂലമാണ്, വ്യയസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ശനി കണ്ടകശനിയാണ്. എന്നാൽ തന്നെ കർമ്മരംഗത്ത് അത് അല്പം അനുകൂലമായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് പറയാം. 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. അതുകൂടാതെ സൂര്യനും ബുധനും 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്തുണ്ട്. അപ്പോൾ അത് കാരണം തൊഴിൽ ഭാഗ്യം ഈ മീനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം പ്രതീക്ഷിക്കാം. എങ്കിലും കൂടുതൽ ഗ്രഹങ്ങളൊന്നും ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. വ്യാഴം ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ശനി, സൂര്യൻ, ബുധൻ ഇവ കർമ്മസ്ഥാനത്തുണ്ടായതുകൊണ്ട് തൊഴിൽ ലാഭം ഉണ്ടാവും. എങ്കിലും പൊതുവെ ഇവർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. കാരണം പ്രതികൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നുമില്ല. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല. ആകെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ലഗ്നത്തിൽ കർക്കിടക രാശിയിലാണ്, അതും നീചരാശിയിൽ ചൊവ്വ നിൽക്കുന്നു. അത് മാത്രമാണ് ഇവർക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഇവർ മുരുകക്ഷേത്രത്തിൽ പാലഭിഷേകം, ഭസ്മാഭിഷേകം ഒക്കെ നടത്തുക, വഴിപാടുകൾ നടത്തുക. ഓം വജത് ഭുവേ നമ എന്ന മൂലമന്ത്രം അതെങ്കിലും കഴിവതും എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇവർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ശുക്രനും വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ ബന്ധങ്ങൾ, പലതരത്തിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാവും, സുദൃഢമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും. 11ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. അപ്പോൾ ഇത് മെയ് 14 തീയതി ആകുമ്പോൾ വ്യാഴം പ്രതികൂലമാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. പിന്നെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. എങ്കിലും നിയമപ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ കഴിവതും ഈ ഭൂമി ക്രയവിക്രയങ്ങൾ, അതായത് റിയൽ എസ്റ്റേറ്റ്, ഭൂമി ഇടപാടുകൾ കഴിവതും ഒന്ന് അവോയ്ഡ് ചെയ്യുക. ചൊവ്വയൊന്ന് കന്നിരാശിയിൽ വരുമ്പോൾ അത് കുറച്ച് കാലം എടുക്കും, 2-2.5 മാസം എടുക്കും. അപ്പോൾ അതിനുശേഷം ഭൂമി കച്ചവടമൊക്കെ ചെയ്യുന്നതാണ് ഉചിതം. കാര്യം ചൊവ്വ ഇപ്പോൾ അനുകൂലമല്ല. പിന്നെ എടുത്തു പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചൊവ്വ പ്രതികൂലമായതുകൊണ്ട് വാഹനങ്ങൾ സൂക്ഷിച്ചോടിക്കുക. അതുപോലെ തീ, അഗ്നി തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കേടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം ഈ ചൊവ്വ പ്രശ്നക്കാരനാണ്. അപ്പോൾ ചൊവ്വയുടെ പ്രതികൂല ഫലങ്ങളാണ് ഈ 1-2 പറഞ്ഞത്. എങ്കിലും പൊതുവെ ഇവർക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. കർക്കിടക രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇനി ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അതും അഷ്ടമത്തിൽ സൂര്യൻ, ശനി, സർപ്പം ഇവ നിൽക്കുന്നു. എങ്കിലും ബുധനും ശുക്രനും അവിടെ അനുകൂലമാണ്. എങ്കിലും അഷ്ടമത്തിൽ 3 ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചൊവ്വയും 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ വാഹനങ്ങൾ സൂക്ഷിച്ചോടിക്കുക, തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക.
അത് മാത്രമല്ല, പൊതുവെ നിയമ പ്രശ്നങ്ങളൊക്കെ പുതുതായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവർക്ക് ബുധനും ശുക്രനും അനുകൂലമാണ്. എങ്കിലും പ്രധാനപ്പെട്ട 4 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ദോഷാധിക്യം എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ സദാസമയം മന്ത്രജപങ്ങളും ക്ഷേത്രദർശനമൊക്കെ ആയി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യമൊക്കെ മറികടക്കാൻ പറ്റും. ഈശ്വരനെ ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഏത് ജാതകത്തിലും ഏത് ദിനഫലത്തിലും നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഈ ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ പറയുന്നതെങ്കിലും നിങ്ങൾ കർമ്മശുദ്ധിയും അതുപോലെ തന്നെ ദാനധർമാദികൾ, അതുപോലെ തന്നെ ക്ഷേത്രദർശന മന്ത്രജപങ്ങൾ തുടങ്ങിയവയൊക്കെ അനുഷ്ഠിച്ച് സദാസമയവും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഒരു ദിനഫലവും നിങ്ങൾക്ക് ദോഷാധിക്യം ആരെങ്കിലും പറഞ്ഞാൽ ഈ ഞാൻ തന്നെ പറഞ്ഞാലും അതൊക്കെ ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഗുണാധിക്യം തന്നെ ഒരുപക്ഷെ ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതായത് സദാസമയവും ഈശ്വരനെ ശല്യപ്പെടുത്തുക. ഒരാൾ ഫുൾ ടൈം ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങം പരമാവധി ശല്യം സഹിക്കാതെ വന്ന് ദൈവം അനുഗ്രഹിക്കും. ലോട്ടറി വരെ നിങ്ങൾക്ക് നേടാൻ പറ്റും. അതായത് രാഹു, ഞങ്ങളുടെ വെളിച്ചം ചാനലിൻ്റെ വിലയിരുത്തൽ ഇതാണ്. രാഹു അഥവാ സർപ്പം ഗ്രഹനിലയിൽ അനുകൂലമായിട്ട് വരികയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് നിമിഷവും അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു കണ്ടീഷനേ ഉള്ളൂ, നിർബന്ധമായിട്ടും നിങ്ങൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. അങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിങ്ങം രാശിക്ക് തീർച്ചയായിട്ടും ഗുണാധിക്യമുള്ള ദിവസങ്ങളായി ഇവ മാറ്റിയെടുക്കാൻ പറ്റും. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം. എങ്കിലും 7ാം ഭാവത്തിൽ ഇവർക്ക് പാവഗ്രഹങ്ങളൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത്, അതായത് ഒരു മെയ് 18 വരെയെങ്കിലും ഇവർ കഴിവതും ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. കാര്യം ഈ 7ാം ഭാവത്തിൽ പാവഗ്രഹങ്ങൾ നിൽക്കുന്നു. അത് 1ഉം 2ഉം അല്ല, എല്ലാം കിടിലം പാവഗ്രഹങ്ങളാണ്. സൂര്യൻ, ശനി, സർപ്പം ഇവയെല്ലാം കൂടെ 7ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാവാം. അത് വിവേകപൂർവം അതിനെ കൈകാര്യം ചെയ്യുക. അതുപോലെ വിവാഹാദി കാര്യങ്ങളൊക്കെ കഴിവതും മെയ് 18 വരെയെങ്കിലും, അതായത് സർപ്പം അഥവാ രാഹു ഈ 7ാം ഭാവത്തിൽ നിന്ന് 6ാം ഭാവത്തിലേക്ക് വരും മെയ് 18-ാം തീയതി കന്നിരാശിക്ക്. അപ്പോൾ അത് അനുകൂലമായിട്ട് വരികയാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ കഴിവതും ഈ മെയ് 18 വരെ പ്രധാനപ്പെട്ട ഈ വിവാഹാദി കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സൂര്യൻ ഏപ്രിൽ 14 മാറി ഈ സപ്തമത്തിൽ നിന്ന് മാറും. അഷ്ടമത്തിലാണ് പിന്നെ വരുന്നത്. എന്നാലും അത് ഉച്ചക്ഷേത്രത്തിലാണ്, സൂര്യൻ്റെ ഉച്ചക്ഷേത്രത്തിലാണ് ഏപ്രിൽ 14 സൂര്യൻ മാറുന്നത്. അപ്പോൾ അത് അഷ്ടമത്തിലാണെങ്കിൽ വലിയ കുഴപ്പം ചെയ്യാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ ഗ്രഹനിലയിൽ സൂര്യൻ അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ പറ്റും. എന്നാൽ തന്നെയും ഇവിടെ 7ാം ഭാവത്തിൽ ഈ പാപഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട്. കഴിവതും ഈ വിവാഹാദി കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. പിന്നെ ഇവർക്ക് വ്യാഴം അനുകൂലമാണ്. 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയാണ്. അപ്പോൾ നിരവധി നേട്ടങ്ങളുണ്ട്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പൊതുവിൽ പറയാം. പിന്നെ ചൊവ്വയും ഇവിടെ അനുകൂലമാണ്. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് കന്നിരാശിക്ക് ചൊവ്വ. അപ്പോൾ അനുകൂലമാണ് ചൊവ്വ. അപ്പോൾ ഈ ചൊവ്വയും വ്യാഴവും ഒരുപോലെ അനുകൂലമായിട്ട് വന്നതുകൊണ്ട് ഭൂമി ക്രയവിക്രയങ്ങളിലൊക്കെ
അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും. പിന്നെ പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് ഫലം പറയാം. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ചന്ദ്രൻ അനുകൂലമല്ല, നഷ്ടസ്ഥാനത്ത് വ്യയസ്ഥാനത്താണ് നിൽക്കുന്നത്. എങ്കിലും ഇവർക്ക് പാപഗ്രഹങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. സൂര്യൻ, ശനി, സർപ്പം, ശിഖി, ചൊവ്വ ഇവയൊക്കെ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പാപഗ്രഹങ്ങളുടെ ഒരു വലിയ പിന്തുണ ഇവർക്കുണ്ട്. അപ്പോൾ ചന്ദ്രൻ അനുകൂലമല്ല, വ്യാഴവും അനുകൂലമല്ല, അതൊക്കെ പക്ഷേ ശുഭഗ്രഹങ്ങളാണ്. ഈ പാപഗ്രഹങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണ നിങ്ങൾക്കുണ്ട്. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് പാപഗ്രഹങ്ങളുടെ സമ്പൂർണ്ണ പിന്തുണ തുലാം രാശിക്കാർക്കുണ്ട്. അത് മീനം മാസം മുഴുവൻ തുടരും. സൂര്യൻ മേടത്തിലോട്ട് മാറുമ്പോൾ, ഉച്ച രാശിയിലോട്ട് മാറുമ്പോൾ സൂര്യൻ അനുകൂലമല്ലാതാവും. എങ്കിലും ഈ ഏപ്രിൽ 14 വരെ, സൂര്യൻ മാറുന്നവരെ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവും. അതുകൂടാതെ ഈ ഏപ്രിൽ 14 വരെ ഇവർക്ക് സൂര്യൻ, ശനി, സർപ്പം, ചൊവ്വ തുടങ്ങിയ പാപഗ്രഹങ്ങളൊക്കെ സമ്പൂർണ്ണ പിന്തുണയായിട്ട് ഇവർക്ക് നിൽക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, മീനമാസം മുഴുവൻ, ഇനിയിപ്പോൾ കൂടുതൽ ദിവസങ്ങളില്ല മീനമാസം, എന്നാൽ തന്നെ ആ മീനമാസം, അതായത് സൂര്യൻ മാറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൂര്യൻ്റെ ഒരു അനുകൂല ഭാവം കൊണ്ട് കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു പോസിറ്റീവ് റിസൾട്ടോടെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റും. പിന്നെ ശനി അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൂര്യനും ശനിയുമൊക്കെ ശത്രുക്കളാണ്, എങ്കിലും ഇതെല്ലാം ഇവർക്ക് അനുകൂല ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കത്തില്ല. സർവകാര്യ വിജയം. പിന്നെ സാങ്കേതിക രംഗത്ത് മികവ് പ്രകടിപ്പിച്ച് ഇവർക്ക് വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. മേലധികാരികളുടെ പ്രശംസ നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും ശമ്പളത്തിന് പുറമെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കാണുന്നു. അപ്പോൾ ഇവിടെ ചന്ദ്രൻ അനുകൂലമല്ല, എങ്കിലും നമ്മൾ ഗുണാധിക്യം തന്നെയാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പാപഗ്രഹങ്ങളുടെ ഒരു സമ്പൂർണ്ണ പിന്തുണ, എല്ലാ പാപഗ്രഹങ്ങളും അനുകൂലമായിട്ട് നിൽക്കുകയാണ്. പ്രതികൂലമാണ് വ്യാഴം, എങ്കിലും അവിടെയും നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുകയാണ്. പിന്നെ ചന്ദ്രൻ വ്യയസ്ഥാനത്താണ്, എന്നാൽ തന്നെയും ഈ പാപഗ്രഹങ്ങളുടെ ഒരു സമ്പൂർണ്ണ പിന്തുണ ഇവർക്ക് ഉണ്ട്. കുറേ കാലഘട്ടം, അതായത് ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ശനി, വ്യാഴം, രാഹു, കേതു ഇതൊക്കെ അനുകൂലമായിട്ട് വരാൻ പോവുകയാണ് മെയ് 14-ാം തീയതി മുതൽ. അതുകൂടാതെ ഈ പാപഗ്രഹങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട പാപഗ്രഹങ്ങൾ, അതായത് ശനി, കേതു, രാഹു അഥവാ സർപ്പം, ഇതെല്ലാം ദീർഘകാലം ഏതാണ്ട് ഒരു 1.5 വർഷത്തിലധികം ഇവയെല്ലാം അനുകൂലമായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു വലിയ നല്ല കാലഘട്ടത്തിലൂടെയാണ് ഈ തുലാം രാശിക്കാർ പോകുന്നത്. അപ്പോൾ അത് ഈ ഏപ്രിൽ 14-ന് മുമ്പ് സൂര്യനും ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. തുലാം രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി. വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. അതായത് പ്രതികൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങളൊന്നുമില്ല. 5 ഗ്രഹങ്ങളാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത്. ചന്ദ്രനും
കേതുവൊക്കെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്തുമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം തന്നെ ഒന്നും തന്നെ പ്രതികൂലമായിട്ടില്ല. അതാണ് പ്രധാനമായിട്ട് പറയുന്നത്. അനുകൂലമായിട്ട് 5 ഗ്രഹങ്ങളേ ഉള്ളൂ ഡയറക്റ്റായിട്ട്. എങ്കിലും പ്രതികൂലമായിട്ട് ഒരു ഗ്രഹം പോലും ഇല്ല ഡയറക്റ്റായിട്ട്. ഇപ്പോൾ ശനി 5ാം ഭാവത്തിൽ വലിയ ഗുണങ്ങളൊന്നും ചെയ്യത്തില്ലെങ്കിലും വലിയ ദോഷങ്ങളൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനൊരു സാധ്യത. അതായത് അനുകൂലമല്ലാത്ത ഗ്രഹങ്ങളൊക്കെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടെങ്കിലും ഫലം തരും. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. അപ്പോൾ അത് നമുക്ക് നേട്ടമാണ്. അപ്പോൾ ഗുണാധിക്യം എന്നല്ല പറയേണ്ടത്, അല്പം മുന്തിയ രീതിയിലുള്ള ഗുണാധിക്യം വൃശ്ചികം രാശിക്ക് ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഈ വൃശ്ചികം ധനു രാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാട ഉത്രാടവും ആദ്യ പാദം. ധനുരാശിക്ക് ചൊവ്വ അഷ്ടമത്തിലാണ്, കണ്ടകശനിയാണ്, വ്യാഴം പ്രതികൂലമാണ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. പിന്നെ ബുധൻ, ശുക്രൻ, ചന്ദ്രൻ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണെങ്കിൽ അതൊക്കെ ഈ പറഞ്ഞ ശുഭഗ്രഹങ്ങളാണ്. നമുക്ക് അനുകൂലമായിട്ട് വരേണ്ടത് പാപഗ്രഹങ്ങളാണ്. ഈ പാപഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോഴാണ് നമുക്ക് നേട്ടങ്ങൾ പരമാവധി കൊയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ശനിയും ചൊവ്വയും പ്രതികൂലമാണ്, ഡയറക്റ്റ് പ്രതികൂലമാണ്. അപ്പോൾ അതൊരു നെഗറ്റീവ് പോയിൻ്റാണ്. എങ്കിലും ഒരു പരിധി വരെ അവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാമെങ്കിലും നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയോടെ കർമ്മനിരതരായാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ധനുരാശിക്കാർക്കെല്ലാം. ഇനി മകരം രാശി. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. പക്ഷേ ചന്ദ്രൻ അനുകൂലമല്ല, ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. ഭാഗ്യസ്ഥാനത്താണ് ചന്ദ്രൻ നിൽക്കുന്നത്. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. അപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല. അതൊരു വലിയ കാര്യമാണ് അവർക്ക്. അത് മാത്രമല്ല സൂര്യൻ, ശനി, രാഹു ഇവയൊക്കെ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ നേട്ടം, അതായത് തൊഴിൽ ലാഭം, പ്രത്യേകിച്ച് ഈ മീനമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ ഇവർക്ക് മെയ് 18 ഇവർക്ക് സർപ്പം അഥവാ രാഹു പ്രതികൂലമായിട്ട് വരും. അതുപോലെ തന്നെ വ്യാഴം മെയ് 14 പ്രതികൂലമായിട്ട് വരും. അത് ശ്രദ്ധിക്കുക മകരം രാശിക്കാർ. അപ്പോൾ മെയ് 14 മുമ്പായിട്ട് ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങൾ നിർബന്ധമായിട്ടും മെയ് 18 ഏതെങ്കിലും ഒരു വിവാഹബന്ധം എടുക്കാൻ നോക്കുക മെയ് 14 മുമ്പ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് 14 ഇവർക്ക് 5ാം ഭാവത്തിൽ അത്യധികം അനുകൂലമായിട്ട് നിൽക്കുന്ന വ്യാഴം പ്രതികൂലമാവും. അപ്പോൾ അതിനു മുമ്പ് വിവാഹാദി കാര്യങ്ങൾ മാത്രമല്ല പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു വർഷക്കാലം മെയ് 14 തൊട്ട് ഒരു വർഷക്കാലം ഇവർക്ക് 6ാം ഭാവത്തിൽ പ്രതികൂലമായിട്ടാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഗുണാധിക്യം തന്നെയാണ്. ചന്ദ്രൻ അനുകൂലമല്ലെന്നേ ഉള്ളൂ, ഡയറക്റ്റായിട്ട് അനുകൂലമല്ലെന്നേ ഉള്ളൂ, ഗുണദോഷ സമ്മിശ്രമാണ്. പിന്നെ പാപഗ്രഹങ്ങൾ ഇപ്പോൾ 4 പാപഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. പിന്നെ ചൊവ്വ ഇവിടെ 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. എങ്കിലും വ്യാഴം 5ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ വിവാഹാദി കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ചെയ്യുക.
അത് ഒരു തീരുമാനം എടുക്കുന്നത് നന്നായിരിക്കും, പ്രത്യേകിച്ച് മെയ് 14 മുമ്പായിട്ട്. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. ഈ കുംഭം രാശിക്ക് ശനി പ്രതികൂലമാണ്. അതൊഴിച്ചാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഈ ദിവസങ്ങളിലില്ല. അത് മാത്രമല്ല, ബുധൻ, ശുക്രൻ, ചൊവ്വ ഈ 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. പ്രത്യേകിച്ച് ഈ ചൊവ്വ നമുക്ക് അനുകൂലമായിട്ട് വന്ന് നിൽക്കുകയാണ്, ഒരു പാപഗ്രഹം അനുകൂലമായിട്ട് നിൽക്കുകയാണ്. എങ്കിലും ശനി പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഏഴശനിയാണ്, ജന്മശനിയാണ്. ഏഴശനി തന്നെ ജന്മശനിയാണ്. ഇപ്പോൾ ചന്ദ്രനും കേതുവും പ്രതികൂലമാണ്, അഷ്ടമത്തിലാണ്. എങ്കിലും ഈ ഡയറക്റ്റായിട്ട് ശനി പ്രതികൂലമായതുകൊണ്ട് ശനിയാഴ്ച ദിവസം വ്രതമെടുത്ത് ശിവക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും പോവുക, ജലധാര നടത്തുക. ഏറ്റവും കുറഞ്ഞത് ഞാൻ പറയുകയാണ്. അതുപോലെ അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുക, അല്ലെങ്കിൽ ശാസ്താവ് നീരാഞ്ജനം നടത്തുക. പിന്നെ ഇവർക്ക് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് വഴിപാടുകൾ നടത്തുക. പിന്നെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. അതാണ് ഏറ്റവും പ്രധാനം. ജാതകത്തിലും ഈ ദിനഫലത്തിലുമൊക്കെ വെളിച്ചം ചാനലിൽ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കേണ്ട. ഏറ്റവും പ്രധാനം ഇതാണ്. എത്ര ദിനഫലത്തിൽ നിങ്ങളുടെ ഫലം വെളിച്ചം ചാനലിൽ പറയുന്നു വലിയ കുഴപ്പമാണെന്നൊക്കെ പറയുകയാണെങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഒരു പ്രശ്നവും സംഭവിക്കില്ല. ഓക്കെ, അതാണ് വെളിച്ചം ചാനൽ രണ്ടാമത് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ജ്യോതിഷമൊക്കെ മാറി നിൽക്കും. ഈശ്വരൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഈശ്വരന് നിങ്ങൾക്കൊരു വീട് കെട്ടിത്തരാനാണ് പ്രയാസം. അതായത് ഘനഗംഭീരമായ വലിപ്പമുള്ള ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഈശ്വരന് സാധ്യമല്ലാത്ത ഒന്നുമില്ല. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മനുഷ്യന് സാധ്യമല്ലാത്തത് ഈശ്വരന് സാധ്യമാണ്. ബൈബിളിലെ ഒരു വാചകമാണ്. അപ്പോൾ കുംഭം രാശിക്കാർ മാത്രമല്ല, പ്രതികൂലമായിട്ട് ഞങ്ങൾ ഫലം പറയുന്ന നിങ്ങൾ അവരെല്ലാവരും ആത്മീയതയിൽ പൂർണ്ണമായിട്ടും മുക്തമായാൽ തീർച്ചയായിട്ടും എല്ലാ പ്രതികൂല ഫലങ്ങളും അനുകൂല ഫലമായിട്ട് മാറ്റാൻ പറ്റും. ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. എന്തിന് ലോട്ടറി വരെ നിങ്ങൾക്ക് നേടാൻ പറ്റും. വെളിച്ചം ചാനൽ പറയാൻ നിങ്ങൾക്ക് ദോഷാധിക്യമാണെന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈശ്വരനുമായിട്ട് മുറുകെ പിടിച്ച് അതിൻ്റെ ഏറ്റവും പരമാവധി ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ലോട്ടറി വരെ അടിക്കും. ഓക്കെ, അതാണ് ഞങ്ങൾ പറയുന്നത്. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് പാപഗ്രഹങ്ങൾ ജന്മത്ത് നിൽക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ മാറ്റിവെക്കുക. സൂര്യൻ, ശനി, സർപ്പം തുടങ്ങിയവയൊക്കെ പ്രതികൂലമായിട്ട് ജന്മരാശിയിൽ തന്നെ നിൽക്കുകയാണ്, ലഗ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അത്ര നല്ല ഗുണമുള്ള ദിവസങ്ങളല്ല. ശുക്രനും ചന്ദ്രനും ഒക്കെ അനുകൂലമാണ്. മറ്റ് 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. എങ്കിലും സൂര്യൻ, ശനി, സർപ്പം ഈ പാപഗ്രഹങ്ങൾ ഇവരുടെ ലഗ്നത്തിൽ ജന്മരാശിയിൽ മീനം രാശിയിൽ നിൽക്കുന്നതിന് ദോഷകരമാണ്. അപ്പോൾ കഴിവതും ഈ പറഞ്ഞ പോലെ വെളിച്ചം ചാനൽ പറയുന്നതൊന്നും കേൾക്കേണ്ട. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. 100% ആത്മീയതയിൽ ഊന്നി ജീവിക്കുക, കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനലാഭം ഈശ്വരൻ കൊണ്ടുവന്ന് തരും. അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ് ഈ പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്. അത്രയും, അതായത് നമുക്ക് വലിപ്പം ഊഹിക്കാൻ പോലും പറ്റാത്ത ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കഴിവുള്ള ഈശ്വരനെ എന്തൊക്കെ അസാധ്യമായിട്ട് യാതൊന്നുമില്ല. അതുകൊണ്ട് വെളിച്ചം ചാനൽ ദോഷഫലമായിട്ട് ഞങ്ങൾ മീനൻ രാശിയിൽ പറയുന്നെങ്കിലും നിങ്ങൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എല്ലാം അനുകൂലമായിട്ട് തന്നെ വരും.
എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. 11/4/2025 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 1, 4, 5, 9 ഇവ ഭാഗ്യസംഖ്യകളാണ്. 12/4/2025 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 2, 1, 4, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ബ്രഹ്മമുഹൂർത്തം നോക്കാം. 11, 12 തീയതികളിൽ രാവിലെ 4:41 AM മുതൽ രാവിലെ 5:29 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 11, 12 തീയതികളിൽ ഉച്ചയ്ക്ക് 11:58 AM മുതൽ ഉച്ചയ്ക്ക് 12:47 PM വരെ അഭിജിത്ത് മുഹൂർത്തം. 11, 12 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 11-ാം തീയതി രാവിലെ 10:51 AM മുതൽ ഉച്ചയ്ക്ക് 12:23 PM വരെയാണ് 11-ാം തീയതി രാഹുകാലം. 12-ാം തീയതി 9:20 AM മുതൽ 10:51 AM വരെയാണ് 12-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 11-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ്, 12-ാം തീയതി ശനിയാഴ്ച കറുപ്പ്, നീല അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ എന്നിവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.